രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കവിതകൾ എഴുതാൻ പറ്റുമോ? പറ്റില്ലെന്നായിരിക്കും നമ്മളിൽ പലരുടെയും മറുപടി. എങ്കിൽ പാടിയൊട്ടിച്ചാൽ വയക്കര സ്വദേശിയായ 7 വയസ്സുകാരൻ ആശ്വിൻ സുമേഷ് 25ഓളം കവിതകൾ എഴുതി. ആ കവിതകളടങ്ങിയ പുസ്തകവും പുറത്തിറക്കി. കാണാം ആശ്വിൻ്റെ പുസ്തകാവിശേഷം. എന്തൊരു ഭംഗിയൻ നാട്, സുന്ദരമായൊരു മലനാട്, പച്ച വിരിച്ച പാടങ്ങളും കിളികൾ പാടും പാട്ടുകളും കളകളം ഒഴുകും അരുവികളും, ഇതൊക്കെ ചേർന്നൊരു എൻ്റെ ഗ്രാമം, സുന്ദരമായൊരു കൊച്ചു ഗ്രാമം. പേര് ആശ്വിൻ സുമേഷ്. പഠിക്കുന്നത് ചെറുപുഴ ജാനകി മെമ്മോറിയൽ UP സ്കൂളിലെ 2ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ് മുതൽ തുടങ്ങി പുസ്തകങ്ങളോടുള്ള കമ്പം. പിന്നീട് അങ്ങോട്ട് പുസ്തകങ്ങളായി കൂട്ട്. അമ്മയ്ക്കൊപ്പം തൊട്ടടുത്ത വായനശാലയിൽ പോയി പുസ്തകങ്ങൾ ശേഖരിക്കും, വായിച്ചു പഠിക്കും, ആസ്വാദന കുറിപ്പുകൾ എഴുതും. 2ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും 25ഓളം കവിതകൾ പിറവിയെടുത്തു. ആശ്വിന്റെ കുസൃതി പോലെ തന്നെ കുസൃതി കുഞ്ഞുണ്ണി എന്ന പേരും നൽകി. തുളുനാട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഞാൻ 1ാം ക്ലാസ്സിലെ വെക്കേഷന് ഒരു മത്സരം ഉണ്ടായിരുന്നു, വായിച്ചിട്ട് അതിൻ്റെ കുറിപ്പ് എഴുതാൻ. അതിലെനിക്ക് ഫസ്റ്റ് എല്ലാം കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കവിത എഴുതണമെന്ന് ഒരു മോഹം വന്നത്. അങ്ങനെ ഒരു സാധനത്തെ കണ്ടാൽ അതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ കവിത എഴുതും. ആദ്യം പൂക്കൾ എന്ന കവിതയാണ് എഴുതിയത്. ഞാൻ ഇപ്പോൾ 24 കവിത എഴുതി. ഒരു 1ാം ക്ലാസ്സിലെ വെക്കേഷൻ സമയത്താണ് ഞാൻ ലൈബ്രറിയിൽ നിന്ന് ചെറിയ ചെറിയ പുസ്തകങ്ങൾ എടുത്തു കൊടുത്ത് അതിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ പഠിച്ച് വന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 5-8 പുസ്തകം വായിക്കുമ്പോഴേക്കും അവൻ്റെ വായനാശൈലിയിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് അതിൽ കണ്ടതോടുകൂടി ഞാൻ എല്ലാ ആഴ്ചയും അവനെയും കൂട്ടിപ്പോയി ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തു കൊടുത്ത് അങ്ങനെ വായിച്ചു തുടങ്ങി. പിന്നെ അത് കുറിപ്പായി എഴുതി. അങ്ങനെ ഒരു 10-16 പുസ്തകം വായിച്ച് വായനാക്കുറിപ്പ് എഴുതി LP വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. അതിനുശേഷം ഇവന് വായനയോടുള്ള വളരെയധികം നല്ലൊരു രീതിയിലുള്ള താല്പര്യം കണ്ടുവന്നു. അതുകൊണ്ട് പിന്നെ ഇവൻ അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും കണ്ടാലെല്ലാം അതുപോലെ എഴുതി വെക്കുന്ന ഒരു പ്രവണതയും കൂടി കാണിച്ചു തുടങ്ങി. ഇനി ഉത്തര മലബാറിലെ തെയ്യങ്ങളെ കുറിച്ചുള്ള കവിതകൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശ്വിൻ സുമേഷ്. പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കളായ സുജിലയും സുമേഷും കൂടെയുണ്ട്. ആലക്കോട് നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.